നമസ്കാരം ഗൈസ്. ഇത്തവണ ലൈവില് കാണിക്കുന്ന കംപ്ലീറ്റ് സംഭവങ്ങൾ എപ്പിസോഡിൽ കാണിക്കുന്നില്ല. അത് ഇതിനു മുമ്പും എപ്പിസോഡിൽ പല സിറ്റുവേഷനിലും പല കാര്യങ്ങളും കാണിച്ചിട്ടില്ല. പല ഫൈറ്റ്സും കുറവാണ് കാണിച്ചിരിക്കുന്നത്. സീസൺ 5 ഞാനൊക്കെ ഉള്ള വഴക്കില് പല കാര്യങ്ങളൊന്നും പുറത്ത് കാണിച്ചിട്ടില്ല. പക്ഷെ ഇപ്പൊ ഒരു സമാധാനം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ എപ്പിസോഡിൽ കാണിക്കാത്തതും എന്നാൽ ലൈവിൽ കാണിക്കുന്നതുമായിട്ടുള്ള കാര്യങ്ങൾ ചോദിക്കുന്നുണ്ട്. അതെന്നെ വലിയ ഉപകാരം. എനിക്ക് തോന്നുന്നു കണ്ടസ്റ്റൻസിനേക്കാളും ബി ടീം ക്രിയേറ്റേഴ്സ് ഇപ്പൊ കൂടുതലും പ്രേക്ഷകരുടെ വൈബ് മനസ്സിലാക്കിയിട്ടാണ്. പ്രേക്ഷകർ സോഷ്യൽ മീഡിയയിൽ ഡിസ്കസ് ചെയ്യുന്ന കാര്യങ്ങൾ, കമന്റ്സ് അതൊക്കെ നോക്കിയിട്ടാണ് ഇപ്പോൾ സംസാരം വരുന്നത്. അതിനകത്ത് ഉത്തമ ഉദാഹരണമാണ് നമ്മുടെ മസ്താനിയോട് ചോദിക്കുന്നത്. എന്തൊരു തള്ളാണ് അത്. ആര്യൻ ഭയങ്കര ഫ്ലിപ്കാർട്ട് രംബീർ വന്നിട്ട് ഭയങ്കര നോട്ടി ആവാൻ നോക്കുന്നതാണ്, ചൈൽഡിഷ് ആവാൻ നോക്കുന്നതാണ്. എനിക്കത് അത്ര ചൈൽഡിഷ് ആയിട്ട് തോന്നിയില്ല. എങ്ങാനും കഷ്ടകാലത്തിന് മുഖം കുത്തിയെങ്ങാൻ വേണ്ടിയിരുന്നെങ്കിൽ നല്ല രീതിയിൽ വേറെ കളറായെന്നെ. ഓക്കെ, അപ്പൊ മസ്താനിക്ക് ബോധല്ലേ? മസ്താനിയെ ആരും വിളിക്കുമ്പോൾ മസ്താനിക്ക് ബോധല്ലേ? നോ പറയാൻ അറിയത്തില്ലേ? അപ്പൊ മസ്താനോട് ചോദിച്ചത് ശരി തന്നെയാണ്. ആ ഒന്നിയിലൊന്ന് കാല് തട്ടി വീണപ്പോൾ അവിടെ വേറെ രീതിയിൽ പിക്ചറൈസ് ചെയ്ത് വലിയൊരു സംഭവമാക്കി. ആരും പിടിച്ചിട്ട് മറ്റേ മസ്താനെ മറ്റേ അനുവിന്റെ മേത്തേക്ക് തള്ളിയപ്പോൾ അതൊരു വിഷയമില്ല. അപ്പോൾ എനിക്ക് എന്താ മറ്റുള്ളവർക്ക് അങ്ങനത്തെ രീതിയിലൊരു വൃത്തികെട്ട ചിന്താഗതി. അപ്പൊ അതെന്തായാലും ആളേക്കും ചോദിച്ചു എന്തൊരു തള്ളാന്നുള്ള രീതിയിൽ തള്ളി ആളെ ഏകദേശം പുറത്തിറങ്ങിയിട്ടുണ്ട്. സോ ഇത്തവണത്തെ ബിഗ് ബോസിൽ ഏറ്റവും സന്തോഷകരമായിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ ലാലേട്ടന്റെ ഫയറിങ്. വീക്കിലി എപ്പിസോഡ് എന്തെങ്കിലും വള്ളി വരുമ്പോൾ വീക്കിലി എപ്പിസോഡ് ഈസ് വെയിറ്റിംഗ് ആണ്. കാരണം ഇത് പൊരിക്കണ കാണാൻ വേണ്ടിയിട്ട്. അതേപോലെ തന്നെ എല്ലാം വിടാതെ ചോദിക്കുന്നുണ്ട്. ഇപ്പൊ ഈ പറഞ്ഞ പോലെ ഈ ഒരു തള്ളു കേസാണെങ്കിൽ പോലും ചോദിച്ചിട്ടുണ്ട്. കാരണം എന്ന് വെച്ചാൽ മസ്താനിയും ലക്ഷ്മിയും ലിറ്ററലി ഈ ഒരു ടൈം പീരീഡ് കൊണ്ട് അതിൻ്റെ ഉള്ളിൽ നല്ല രീതിയിൽ ചീഞ്ഞ് നാറി. ഇനി വേറൊരു വിഷയം ഞാൻ കൊണ്ടുവരാം. കുറെ കമന്റ്സ് ഞാൻ കണ്ടു. ലക്ഷ്മി ആണ് പവർ ഗേൾ, ആറ്റിറ്റ്യൂഡ് ഗേൾ. ലാലേട്ടൻ ചോദിച്ചാൽ മുട്ടുമടക്കി നിന്നില്ല, ധൈര്യത്തോടെ നിന്നു. എന്തിട്ട് വർത്താനം നിങ്ങൾ ഈ പറയണേ? ഇതാണോ ആറ്റിറ്റ്യൂഡ്? എന്ത് ചീഞ്ഞ ആറ്റിറ്റ്യൂഡ്! അവിടെ നെഞ്ചും വിരിച്ച് നിൽക്കുന്ന മുട്ടുമടക്കാത്ത തലവേർത്തി നിന്ന ആളുടെ വാല് പഴമായിരുന്നോ? ലാലേട്ടൻ ആരും ഉദ്ദേശിച്ചെന്ന് ചോദിച്ചപ്പോൾ പറയാൻ പറ്റിയില്ലല്ലോ. അത് മാത്രമല്ല, ഓടി നടന്ന എല്ലാവരോടും മാപ്പ് പറയണ്ടായിരുന്നല്ലോ. അപ്പൊ ഈ പവർ ഗേളിന്റെ പവർ അവിടെ പോയി ചോർന്നു പോയോ? ലക്ഷ്മിയെ സപ്പോർട്ട് ചെയ്യുന്ന കുറെ ആൾക്കാരുടെ കമന്റ്സ് ആണ് ഞാൻ ഇവിടെ കണ്ടത്. അപ്പൊ അവര് പറയുന്നതാണ് പവർ ലേഡിയാണ്, ആറ്റിറ്റ്യൂഡ് ആണെന്നുള്ളത്. അങ്ങനെ പവർ ലേഡി ആറ്റിറ്റ്യൂഡ് ആണെന്നുണ്ടെങ്കിൽ ഇങ്ങനത്തെ ചീഞ്ഞ കാര്യങ്ങൾ പറയില്ല. ലാലേട്ടൻ ചോദിച്ചപ്പോൾ ഉറപ്പായിട്ടും പറയായിരുന്നു അതിലും നോറയാണെന്ന്. മിണ്ടിയില്ലല്ലോ, മൗന പ്രാർത്ഥനയായിരുന്നോ? തലേ ദിവസം ഓടി നടന്ന് മാപ്പ് പറഞ്ഞിട്ട് വീക്കെൻഡ് ആയപ്പോഴേക്കും പണി കിട്ടിയെന്ന് മനസ്സിലായിട്ട് മാപ്പ് പറഞ്ഞു. ഇതൊക്കെയാണോ നിങ്ങളുടെ പവർ ഹീറോ അല്ലെങ്കിൽ പവർ ഹ്യൂമൺ അല്ലെങ്കിൽ പവർ ലേഡി ആറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത്? അപ്പൊ നിങ്ങളും ലക്ഷ്മിയും തമ്മിൽ ഈ കമന്റ് ഇട്ടവരും ലക്ഷ്മിയും തമ്മിൽ വലിയ വ്യത്യാസമൊന്നുമില്ല. മനസ്സിലായോ? ഇവിടെ അല്ല ആറ്റിറ്റ്യൂഡൊക്കെ കാണിക്കേണ്ടത്. അത് വാ തുറന്ന് പറയാനുള്ള ഒരു ധൈര്യമെങ്കിലും കാണിച്ചിരുന്നെങ്കിൽ ഓക്കെ എന്ന് പറയായിരുന്നു. ഒരു ബോസി ക്യാരക്ടർ, ഒരു അറഗന്റ് ആറ്റിറ്റ്യൂഡ് ക്യാരക്ടറാണ് ലക്ഷ്മിക്ക്.